ഇപ്രകാരം: പരിസ്ഥിതിക്ക് മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്ന വെല്ലുവിളി ഭയാനകമാണ്. അതിൽ ഏറെ ഭീഷണികൾ ഉയർത്തുന്നവയാണ് ആണവ മാലിന്യങ്ങൾ. യഥോചിതം സുരക്ഷിതമായി സംസ്കരിക്കപ്പെട്ടില്ലെങ്കിൽ അത് മനുഷ്യന്റെ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും ഗുരുതര അപകടങ്ങൾ വരുത്തിവെക്കും. ഈ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് യുഎസിലെ ഒഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സംഘം ഗവേഷകർ ഒരു ഗവേഷണത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു. ആണവ മാലിന്യ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണം എന്നതിലുപരി അതെങ്ങനെ മൂല്യവത്താർന്ന ഉപയോഗത്തിനായി പ്രയോജനപ്പെടുത്താനാകും എന്നതിലേക്കാണ് അവരുടെ ആഴത്തിലുള്ള ഗവേഷണം നീങ്ങിയത്. അതിന്റെ ഫലമായി അവർ വികസിപ്പിച്ചതാകട്ടെ ആണവ മാലിന്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബാറ്ററിയാണ്. ഈ വിജയകരമായ പരീക്ഷണത്തിന് മുന്നോടിയായി ഈ ഗവേഷകർ റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ പുറപ്പെടുവിക്കുന്ന ഉയർന്ന ഊർജ വൈദ്യുതകാന്തിക തരംഗങ്ങളായ ഗാമ വികിരണങ്ങൾ അടങ്ങിയിരിക്കുന്ന ആംബിയന്റ് ഗാമ വികിരണം വിനിയോഗപ്പെടുത്തി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംവിധാനം രൂപകൽപ്പന ചെയ്തു. തുടർന്ന് റേഡിയേഷന് വിധേയമാകുമ്പോൾ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഉയർന്ന സാന്ദ്രതയുള്ള വസ്തുക്കളായ സിൻഡിലേറ്റർ ക്രിസ്റ്റലുകളെ സൗരോർജ്ജ സെല്ലുകളുമായി സംയോജിപ്പിച്ചു. അതിലൂടെ മൈക്രോ ചിപ്പുകൾ പോലുള്ള മൈക്രോ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കരുത്തുള്ള ഒരു ഉൽപ്പന്നം വിജയകരമായി പരിവർത്തനം ചെയ്യാൻ ഈ ഗവേഷകർക്കായി. അങ്ങനെ സിൻഡിലേറ്റർ ക്രിസ്റ്റലുകളും സോളാർ സെല്ലുകളും ഉപയോഗിച്ച് ഒരു ന്യൂക്ലിയർ ബാറ്ററി ഓഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ സാധ്യമാക്കിയെടുത്തു. റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പുകൾ ഉപയോഗിച്ചാണ് ഈ ബാറ്ററിയുടെ ശേഷി പരീക്ഷിക്കപ്പെട്ടത്. ഈ പഠനം അടുത്തിടെ ഒപ്റ്റിക്കൽ മെറ്റീരിയൽസ് എക്സ് എന്ന ജേണലിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഏകദേശം 4 ക്യൂബിക് സെന്റിമീറ്റർ വലിപ്പമുള്ള ഒരു പ്രോട്ടോടൈപ്പായ ഈ ബാറ്ററി പരീക്ഷിക്കാൻ ഗവേഷകർ 2 വ്യത്യസ്ത റേഡിയോ ആക്റ്റീവ് സ്രോതസ്സുകളാണ് ഉപയോഗപ്പെടുത്തിയത്. cesium-137, cobalt-60 എന്നിവയാണവ. ഓഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ന്യൂക്ലിയർ റിയാക്ടർ ലബോറട്ടറിയിലാണ് ഈ പരീക്ഷണം നടത്തിയത്. cesium-137 ഉപയോഗിച്ചപ്പോൾ ബാറ്ററി 288 നാനോവാട്ട് ഉൽപ്പാദിപ്പിച്ചതായും അതേസമയം വളരെ ശക്തമായ ഐസോടോപ്പായ cobalt-60 ഉപയോഗിച്ചപ്പോൾ ഈ ബാറ്ററി 1.5 മൈക്രോവാട്ട് പവർ ഉൽപ്പാദിപ്പിച്ചുവെന്നും ഗവേഷകർ വിശദീകരിക്കുന്നു. cobalt-60 ഉപയോഗിച്ചപ്പോൾ ബാറ്ററി പുറപ്പെടുവിച്ച വൈദ്യുതി ഒരു ചെറിയ സെൻസർ ഓണാക്കാൻ പര്യാപ്തമായിരുന്നു. വീടുകൾക്കും മറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കുമുള്ള മിക്ക പവർ ഔട്ട്പുട്ടുകളും കിലോ വാട്ടിലാണ് അളക്കുന്നത്. അതിനാൽ തന്നെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഈ ബാറ്ററി പൊതു ഉപയോഗത്തിനായി വിനിയോഗപ്പെടുത്താൻ സാധിക്കില്ല. എങ്കിലും തുടർ ഗവേഷണങ്ങൾ നടത്തുന്നതിലൂടെ ഈ സംവിധാനം വാട്ട്സ് ലെവലിലോ അതിനു മുകളിലോ ഉള്ള ആപ്ലിക്കേഷനുകൾ ലക്ഷ്യമിടുന്ന തരത്തിൽ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് ഈ പഠനത്തിന് നേതൃത്വം നൽകിയ ഒഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ മെക്കാനിക്കൽ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ പ്രൊഫസർ റെയ്മണ്ട് കാവോ സൂചിപ്പിക്കുന്നു. പൊതു ഉപയോഗത്തിനു വേണ്ടി അല്ലെങ്കിലും ആണവ സംഭരണം, ബഹിരാകാശം, ആഴക്കടൽ പര്യവേക്ഷണം എന്നിവയിൽ ഈ ബാറ്ററിയുടെ സാധ്യതകൾ പ്രയോഗിക്കാൻ കഴിയും. ഭാവിയിലെ ഗവേഷണങ്ങൾ അതിന്റെ ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കുകയും കാര്യക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതിലേക്കാണ് ലക്ഷ്യമിടുന്നത്. ഈ ബാറ്ററി സാധ്യമാക്കാനായി ഉപയോഗപ്പെടുത്തിയ ഗാമ വികിരണം ഒരു സാധാരണ എക്സ്റേ അല്ലെങ്കിൽ CT സ്കാനിനേക്കാൾ 100 മടങ്ങ് കൂടുതൽ തുളച്ചു കയറാൻ ശേഷിയുള്ളവയാണ്. എന്നാൽ ബാറ്ററിയിൽ റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനാൽ തന്നെ അവ കൈകാര്യം ചെയ്യുക എന്നത് തീർത്തും സുരക്ഷിതമാണ്, അദ്ദേഹം വിശദീകരിക്കുന്നു. ഈ നൂതന കണ്ടുപിടുത്തം വൈദ്യുതി ഉൽപാദനത്തിന്റെ കാര്യത്തിൽ ഒരു വഴിത്തിരിവാണ്. ഇത് 2 ഘട്ടങ്ങളുള്ള ഒരു പ്രക്രിയയാണ്. അതിലെ പ്രാഥമിക ഘട്ടത്തിലാണ് ഈ ഗവേഷണം ഇപ്പോൾ. എന്നാൽ അടുത്ത ഘട്ടത്തിൽ സ്കെയിലപ്പ് കൺസ്ട്രക്റ്റുകൾ ഉപയോഗിച്ച് കൂടുതൽ വാട്ട്സ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് ശ്രമിക്കുക. ഈ ഗവേഷണത്തിൽ പങ്കാളിയായ ഇബ്രാഹിം ഒക്സൂസ് പറയുന്നു: ഉയർന്ന തോതിലുള്ള വികിരണം നിലവിലുള്ളതും പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയാത്തതുമായ ചുറ്റുപാടുകളിലാണ് ഇത്തരത്തിലുള്ള ബാറ്ററികൾ ഇപ്പോൾ സജ്ജീകരിക്കാനാവുക. ദീർഘകാലം നിലനിൽക്കുന്ന ഇവ പരിസ്ഥിതിക്ക് യാതൊരുവിധ ദോഷവും ഉണ്ടാക്കുന്നില്ല. മാത്രവുമല്ല, പതിവ് അറ്റകുറ്റപ്പണികളുടെ ആവശ്യമില്ലാതെ തന്നെ അവയ്ക്ക് പ്രവർത്തിക്കാനും സാധിക്കും. അതേസമയം ഇവ എത്ര കാലം നിലനിൽക്കും എന്നതുൾപ്പെടെയുള്ള ഉപയോഗക്ഷമതയും പരിമിതികളും വിലയിരുത്തുന്നതിന് കൂടുതൽ ഗവേഷണം ആവശ്യമാണെന്ന് ഇബ്രാഹിം ഒക്സൂസ് ചൂണ്ടിക്കാണിക്കുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ന്യൂക്ലിയർ ബാറ്ററി ആശയം വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. ഈ ഗവേഷണ ഫലം ഇനിയും മെച്ചപ്പെടുത്തേണ്ടതായുണ്ട്.
തുടർ ഗവേഷണങ്ങളുടെ ഫലമായി ഭാവിയിൽ ഈ കണ്ടുപിടുത്തം ഊർജ്ജ ഉൽപാദനത്തിലും സെൻസർ വ്യവസായത്തിലും വിപ്ലവകരമായ ഇടം നേടിയെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ലോകമെമ്പാടും ഇന്ന് സുസ്ഥിര ഊർജ്ജ ഉൽപാദന ഉപയോഗത്തിനായുള്ള വിവിധ പദ്ധതികളും ഗവേഷണങ്ങളും നടപ്പാക്കി വരികയാണ്. അതിനിടെയാണ് പരിധിയില്ലാത്ത ഊർജ്ജമെന്ന ലക്ഷ്യത്തോട് അടുക്കാനുതകുന്ന ആണവ മാലിന്യങ്ങളിൽ നിന്നുള്ള ബാറ്ററി കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് വരും ഭാവിയിൽ ഊർജ്ജരംഗത്തെന്ന പോലെ പരിസ്ഥിതിക്ക് വിപത്തായി മാറുന്ന ആണവ മാലിന്യങ്ങളുടെ സുരക്ഷിതമായ സംസ്കരണത്തിനും പരിഹാരമായി മാറിയേക്കാം. വാർത്തയുടെ നിറം തേടി തനിനിറം.